വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് വ്ളോഗാണ്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് വേറൊന്നുമല്ല, ചിക്കൻ കറിയാണ്. എങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കണമെന്ന് എല്ലാവർക്കും അറിയാം. സോ ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കണതും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ എൻ്റേതായ രീതിയിലാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഇപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെയാണോ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എൻ്റേതായ രീതിയിലുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ എനിക്ക് വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും അറിയുന്നൊരു വ്യക്തിയല്ല, പക്ഷെ എൻ്റെ ഇഷ്ടത്തിന് ഉള്ളത് കൊണ്ട് വെക്കുന്നതാണ്. ചിക്കൻ കറിയും ദോശയുമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. എൻ്റെ വീഡിയോയിൽ മുന്നേ കണ്ടിട്ടുണ്ടാവും. ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ദോശ നന്നായിട്ട് കഴിക്കലുമുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ഓടിപ്പോയി ചെയ്തിട്ട് വന്നാലോ. അപ്പോൾ അത് വലിയ ആദ്യം തന്നെ ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. ചെറുതായിട്ട് നമുക്കൊന്ന് വോയിസ് ഓവർ കൊടുക്കാമല്ലോ. കഴുകിയതിന് ശേഷം ഞാൻ ചിക്കൻ ഓൾറെഡി നമ്മുടെ ഇവിടെ വിവാ ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ചിക്കൻ കട്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചില്ല, കൊണ്ടുവന്നപ്പോൾ തന്നെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് കഴുകി എടുക്കുകയാണ്. കാരണം അവരെത്ര വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഒന്ന് വൃത്തിയാക്കുമ്പോഴാണ് ആ ഒരു സമാധാനം കിട്ടുന്നത്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി എന്നിട്ട് അതൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. എന്നിട്ട് ഇത് ആ ഒരു റെഡ് പാത്രത്തിലാണ് ഞാൻ ഇന്ന് ചിക്കൻ കറി വെക്കുന്നത്. എനിക്ക് അതിൻ്റെ ഒരു ചെറുത് കൂടിയുണ്ട്, പക്ഷേ ചെറുതിനെക്കാട്ടും കുറച്ചുകൂടി എനിക്ക് ഇളക്കാനും കാര്യങ്ങളൊക്കെ നല്ലത് എനിക്ക് വലുത് തോന്നിയിട്ടുണ്ട്. നമ്മൾ സവാള എടുത്തു, നമ്മൾ തക്കാളി എടുത്ത് വെച്ചു. അങ്ങനെ സവാള ഞാൻ ഒരു 5 മേടിച്ചിട്ടുള്ളൂ, ഇന്നത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അങ്ങനെ സവാള ഞാൻ ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് വെള്ളത്തിട്ട് വയ്ക്കുമ്പോഴത്തേക്ക് കണ്ണ് നീറില്ല എന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് ചെയ്ത് നോക്കുന്നതാണ്. എന്നിട്ട് അത് വെള്ളത്തിട്ടിട്ട് ഞാൻ ആദ്യം ഒന്ന് തക്കാളിയാണ് എടുത്തത്. അപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഇതൊന്ന് പോട്ടേന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് തക്കാളി കട്ട് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ വീണ്ടും സവാള കട്ട് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിങ്ങനെ ഉടച്ചു കൊടുക്കണം, അതൊന്ന് വേർപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ സെറ്റാക്കി നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു കിട്ടും. അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ലെങ്കിൽ എണ്ണയൊക്കെ ഒഴിച്ചു. ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. ഞാൻ എൻ്റെ ഒരു രീതി അതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൽ നമ്മുടെ ഉള്ളി ഇടുന്നത്. ഉള്ളി ഇടുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ അരിഞ്ഞും കാര്യങ്ങളൊക്കെ വെച്ചു, കാരണം അതിൻ്റെ ഇടയ്ക്ക് വോയിസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാവില്ല, എനിക്കും മനസ്സിലാവില്ല. അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഉള്ളി ആദ്യം ഒന്ന് വഴട്ടാൻ വേണ്ടി വെച്ചു. ഇപ്പം കട്ടിയിട്ട് ഈ മലയുടെ ആക്കി. അപ്പം ഉള്ളി വഴട്ടാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ കറി ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് ചിക്കൻ കറി വെക്കുക. എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല എന്നല്ല, വെച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പലരും പല രീതിക്കാണല്ലോ വെക്കുന്നത്, അപ്പൊ അതേപോലെയാണ് ഞാനും പല രീതിക്കാണ് വെക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് വഴട്ടി ഇത് വരുമ്പോഴത്തേക്കും ഞാൻ തക്കാളി ഇടും. തക്കാളി ഇട്ട് നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഞാനിങ്ങനെ ചെറിയ തീയിൽ ഞാൻ ഇട്ടിട്ടുണ്ടാവും, കരിഞ്ഞു പോവാത്ത രീതിയിൽ. അങ്ങനെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം, അപ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും എന്ന് എൻ്റെ ഉമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സോ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഓക്കെ ഞാൻ ഇടുന്നുണ്ട്. യെസ്, ഒരു എനിക്കങ്ങനെ കുക്കിംഗ് വ്ളോഗ് എടുത്ത് ശീലമൊന്നുമില്ല. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കുക്കിംഗ് വ്ളോഗ് എടുക്കുന്നത് തന്നെ. നമുക്ക് ഇളക്കി അത്യാവശ്യം ആ ഒരു വഴണ്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ചെറിയ ഉള്ളിയും കൂടി നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോഴത്തേക്കും സെറ്റ് ആവും. ഒരുപാട് കൂടണ്ട, കുറച്ച് ഇതിലൊന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഇടാം. അപ്പം ഇപ്പോൾ ചെറിയ ഉള്ളി ഞാൻ ഇടുന്നുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് സെറ്റായിട്ട് തക്കാളി ഇടാം. ഇപ്പോഴാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാന്നുള്ളത് അതിനകത്ത് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു പാതി അതിൻ്റെ ഒരു കട്ടി പോകുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഇത്ര ആയിട്ടുള്ളൂ. ഇനി ഇതിന്റെ കിടന്നിട്ട് സെറ്റ് ആവും. നമുക്ക് കുറച്ച് ഗാർലിക് ഇടാം. ഗാർലിക് നമ്മൾ ഇവിടെ നിന്ന് മേടിക്കുന്ന ഗാർലിക്കാണ്, അപ്പോൾ നല്ല ഗാർലിക്കാണ്. നമുക്ക് ഗാർലിക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കാം. ആ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇടും, ലാസ്റ്റ് ഇടും കേട്ടോ. ഇളക്കി കൊടുക്കുക. ഈ ചിക്കൻ നമ്മൾ കഴുകി വെച്ച ചിക്കനാണ്. സോ അത് കുറച്ച് ഇങ്ങനെ എടുത്ത് ഇടുക. ഓക്കെ, ഒന്നിനി വെള്ളം ഒഴിക്കാം. ഉപ്പ് നോക്കിയിട്ട് നമുക്കൊന്ന് ഉപ്പിട്ട് കൊടുക്കാം. കാരണം ഇതുവരെ ഞാൻ ആ ഉള്ളി ഇതാക്കുന്ന സമയത്ത് മാത്രമേ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ശരി, അപ്പൊ നമുക്ക് കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഉപ്പ് ഞാൻ എവിടെ കൊണ്ടുവച്ചോ? ഇച്ചിരി ഉപ്പ് മതിയേ, ഒരുപാട് വേണ്ട. തീ കിട്ടണം. ഇതിപ്പോ ഞാൻ ചെറിയ തീയില ഇട്ടിട്ടുള്ളേ. നമുക്കിനി കുറച്ച് തീ കൂട്ടിയിടാം. അപ്പൊ ഇതൊന്ന് ഉപ്പ്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലോണം തിളയ്ക്കുന്നുണ്ട്, അതിന്റെ നല്ല മണം വരുന്നുണ്ട്, നല്ല വിശപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ദോശയും കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കണത്. അപ്പോ ഞാന് ഈ റൂമിലോട്ട് മാറിയിട്ട് ഞാൻ എല്ലാവർക്കും ഒരു ഷാർജയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം ഞാൻ ഈ റൂമിലേക്ക് മാറിയതിനു ശേഷം ഞാൻ അങ്ങനെ ഫുഡ് കുക്ക് ചെയ്തിട്ടില്ല. ഇതുവരെ ഞാൻ കുക്ക് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഓംപ്ലേറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലാണ്ട് ഞാൻ ഇതുവരെ ഫുഡായിട്ട് ചിക്കൻ കറി അങ്ങനെ ഒന്നും ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് കുക്ക് ചെയ്യുന്നത്. സോ കുറേ നാൾക്ക് ശേഷമാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം എന്താ പറയാ, എന്തോ ഒരു ഇതുണ്ട്, സന്തോഷമുണ്ട്, എന്തൊക്കെയുണ്ട്. അപ്പം എൻ്റെ ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ ഇനി വരുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് അറിയണം, കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡെയിലി വ്ളോഗും ആക്കിയായിട്ടായിരിക്കും ഞാൻ വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ചിലപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ നടക്കുമോ ചോദിച്ചാൽ അറിയില്ല, ഫ്യൂച്ചറാണല്ലോ. അതിനനുസരിച്ച് ഞാൻ ഇടുന്നുണ്ടാവും. നല്ല ചൂടടിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഇവിടെ ഇരുന്ന് വേവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ദോശമാവ് എടുത്ത് പുറത്ത് വെക്കാം. അപ്പോൾ ദോശയും ചുട്ടിട്ട് കഴിക്കാം. തിളച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ, കുറച്ചും കൂടി ആവാണ്ട്, അപ്പോഴത്തേക്കും സെറ്റ് ആവും. സോ നമുക്ക് കഴിക്കണ വരെയുള്ള വീഡിയോ ആണ് ഇന്നത്തേന്ന് പറയുന്നത്. ഫുഡ് കഴിച്ച് കിടന്നുറങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ രാത്രി 12-1 മണിക്കും അത് വേറെ കാര്യം. ഇൻസ്റ്റയും ടിക്ടോക്കും ഒക്കെ കണ്ടിരുന്നിട്ട്. അപ്പൊ നമുക്ക് നോക്കാം. ചിക്കൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ, കാരണം അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല ചൂടാക്കുന്നുണ്ട്. അപ്പൊ വെള്ളം ഒന്ന് കുറച്ച് നന്നായിട്ടൊന്ന് വെറ്റി വരുമ്പോഴത്തേക്കും നല്ലതായിരിക്കും ചിക്കൻ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ട്. സോ ദോശ ഉണ്ടാക്കാം. സോ ദോശമാവ് ഞാൻ ഇവിടെ നിന്ന് ബീറ്റർ മേടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണ ദോശമാവാണ്. സോ നമുക്ക് ഓൾറെഡി ഇങ്ങനെ കവറിൽ കിട്ടുമല്ലോ. ആ ഒരു ദോശമാവാണ് ഞാൻ ഇവിടെ നിന്ന് മേടിക്കുന്നത്. നെല്ലറേന്റെ ആണ് കേട്ടോ. ഇടയ്ക്ക് മാറ്റും, ഇടയ്ക്ക് അങ്ങനെ എപ്പോഴും ഒരുപോലെ അല്ല. ഓക്കെ, സോ ഇതൊരു എനിക്കൊരു 4-5 ദിവസത്തേക്കൊക്കെ കഴിക്കാണ്ടാവും. നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ ഇപ്പോഴാണ് ഒന്നിരിക്കണത്. സത്യം പറഞ്ഞാലും മനസ്സമാധാനം, കാലൊക്കെ എനിക്ക് വേനെടുക്കണം. ഞാൻ ജിമ്മിൽ കൂടെ പോയിട്ട് വന്നതാ. അപ്പം അതെ, നമ്മുടെ ദോശയും നമ്മുടെ നല്ല ചൂട് പോകുന്ന കണ്ടോ, ചൂട് ചിക്കൻ കറിയും കൂടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. സോ ദോശ ഇത്തിരി ചൂട് പോയി, പക്ഷെ ചിക്കന് നല്ല ചൂടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഞാൻ വെച്ചോണ്ട് പറയൂല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പ് കറക്റ്റ് എല്ലാം. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ മസാലപ്പൊടികൾ. ഞാൻ ഇടയ്ക്ക് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ മസാല ഇടലുണ്ട്.
പക്ഷെ ഇപ്രാവശ്യം ഞാൻ ചിക്കൻ കറി വെച്ചപ്പോൾ ചിക്കൻ മസാല യൂസ് ചെയ്യാണ്ട് മസാലപ്പൊടികൾ മാത്രമേ, മീൻസ് നോർമൽ നമ്മുടെ കുരുമുളക്, മഞ്ഞപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങൾ മാത്രം, ചിക്കൻ മസാല ഞാൻ ഇട്ടില്ല. എന്നിട്ട് ഇത്രയും ടേസ്റ്റ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കുക്കിംഗ് ബ്ലോഗ്. ഞാൻ 7:15 കുക്ക് ചെയ്യാൻ കയറിയതാണ്. ടൈം ഇപ്പം എത്രയാണെന്ന് അറിയോ? 9:19. അതുവരെ ഞാൻ കുക്ക് ചെയ്തു. 2 മണിക്കൂർ ചിക്കൻ കറി ഒന്ന് ആയി വരാൻ വേണ്ടി. അപ്പം ഞാൻ കഴിച്ചിട്ട് ബാക്കി എഡിറ്റിങ്ങും പരിപാടിയുണ്ട്. പിന്നെ എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അത് ഇന്ന് ഷൂട്ട് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നടക്കില്ല. 2 എണ്ണം ചെയ്യാനുണ്ട്. അപ്പം ഞാൻ വേറൊരു വീഡിയോ വരുന്നുണ്ട്. ഈ വീഡിയോ ഇട്ടതിന് ശേഷം വേറൊരു സെഫോറേൻ്റെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകളുണ്ട്. ഒരുപാടൊന്നുമില്ല, കുറച്ച് വലിയ വീഡിയോ അല്ല, ചെറിയ വീഡിയോ അതുണ്ട്. അപ്പോൾ അതും കാണിച്ചു തരാം. മീൻസ് ഈ വീഡിയോയിലല്ല, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. അപ്പോൾ ഈ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, അത് മറക്കരുത്. ഓക്കെ, കണ്ടങ്ങ് പോവരുത്. എൻ്റെ വീഡിയോ നല്ല വ്യൂസ് പോകുന്നുണ്ട്, പക്ഷെ ആ വ്യൂസ് പോകുന്ന ആൾക്കാരൊന്നും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതൊന്നും ചെയ്യട്ടാ. വലിയ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. സൈഡിലൊരു എൻ്റെ പേരിൻ്റെ ഇങ്ങനെ സൈഡിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. പ്ലീസ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.